ഹായ് എവ്രിവൺ, എല്ലാവർക്കും സ്യാംസർ വെൽനസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വേബി. നമുക്കിന്ന് ചിക്കൻ എഗ് അഥവാ കോഴിമുട്ടയുടെ ന്യൂട്രീഷണൽ വാല്യൂ എന്താ നോക്കാം. അതിൽ എന്തെല്ലാം പോഷകങ്ങളുണ്ട്, അത് നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, എഫോർഡബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലേ എന്നാണ്. മുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ട്, 177 മില്ലിഗ്രാം ഉണ്ട്. പക്ഷേ മുട്ടയിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു കൊളസ്ട്രോളിനെ കുറിച്ച് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഡെയിലി നമ്മൾ ഒരു മുട്ട കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ്. പിന്നെയുള്ള കാര്യം, കാർഡിയോവാസ്കുലാർ ഡിസീസ്, അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഒരുപാട് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുട്ട കഴിക്കുക. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. അതായത് എഗ് യോക്ക് അടക്കമാണ്, മഞ്ഞടക്കമാണ് ഞാൻ പറയുന്നത്. അതിൽ എക്സ്ട്രാ വേണ്ടവർക്ക് എഗ് വൈറ്റ് എക്സ്ട്രാ ചേർക്കാം. പക്ഷെ അവർ കാർബ് ഭക്ഷണത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കണം. അതുപോലെ തന്നെ അൺഹെൽത്തി സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗ് വൈറ്റും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് ഒരു സാധാരണ ബാക്കി എല്ലാ ഭക്ഷണവും കഴിക്കുകയും ചെയ്യും, ഒരുപാട് മുട്ടയും കഴിക്കുകയാണെങ്കിൽ ശരിയാവില്ല. അതായത് ഡയറ്റ് പ്ലാനിലൊക്കെ പോകുന്നവർക്ക് ഓക്കെയാണ്, അല്ലാത്തവർക്ക് ഒരു മുട്ട ഡെയിലി കഴിക്കാം, വളരെയധികം ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട കഴിക്കുമ്പോൾ മുട്ട നല്ല വൃത്തിയാക്കിയിട്ട് കഴിക്കുക. അതായത് സാൽമണലോസിസ് എന്നൊരു അസുഖം മുട്ടയുടെ പുറന്തോട് അണുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നന്നായി വൃത്തിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫുഡാണ്. കുട്ടികൾക്കും വലിയവർക്കും വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ഓൾമോസ്റ്റ് ഇതിൽ ഉണ്ട്, വൈറ്റമിൻ സി ഒഴിച്ച്. അപ്പോൾ അതിന് നമ്മൾക്ക് വൈറ്റമിൻ സി കിട്ടാൻ സിട്രസ് ഫ്രൂട്ട്സ്, പേരയ്ക്ക, നെല്ലിക്ക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതൊഴികെ നമുക്ക് ബി വൈറ്റമിൻസും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും ഒക്കെ കിട്ടുന്ന ഒരു ഫുഡാണ് മുട്ട. അതിൽ പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രോട്ടീനാണ് മുട്ടയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുട്ട ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ബോഡി ബിൽഡിങ്ങും അതുപോലെ അല്ലെങ്കിലും നമ്മുടെ ജനറലി മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് മുട്ട കഴിക്കാം. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽസിന്റെ മാസ് ബോഡിയിൽ കുറഞ്ഞു വരും, മസിൽസ് ക്ഷീണിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഫുഡിൽ ഒന്നാണ് മുട്ട. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഉണ്ട്. നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ വൻപയർ, അതുപോലെ തന്നെ കടലയിലുള്ള വർഗ്ഗങ്ങൾ, ഗ്രീൻ പീസ് മുതൽക്ക് പീനട്ട് വരെ എല്ലാ ടൈപ്പ് ധാന്യങ്ങളും കടലവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും നമുക്ക് കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് കിട്ടും. അതുപോലെ നോൺ വെജ് സോഴ്സ് മീറ്റും ഫിഷും ഇതൊക്കെ തന്നെയാണ്. എഗ്ഗുമാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ സോഴ്സ്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഓരോ ടൈപ്പ് വൈറ്റമിൻസും മിനറൽസുമാണ്. അത് ഞാൻ 1 by 1 ആയിട്ട് പറയാം. ആദ്യം നമുക്ക് വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയാം. മുട്ടയിൽ വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ ഡി എന്തിനൊക്കെ ആവശ്യമാണ്? നമ്മുടെ ശരീരത്തിൽ ബോൺസിന്റെ, അതായത് അസ്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. അതുകൂടാതെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ഡിയുടെ പങ്ക് വളരെ വലുതാണ്. ടീത്തിന്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ്. എല്ലുകളുടെയും പല്ലിന്റെയും എല്ലാം ആരോഗ്യത്തിനും. അത് കൂടാതെ വൈറ്റമിൻ ഡി തൈറോയ്ഡ് ഹെൽത്തിനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം അത്യാവശ്യമായ ഒന്നാണ്. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വൈറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാൻ അത്യാവശ്യമാണ്, അവ സെൽ ഡിവിഷൻ നടക്കാൻ ആവശ്യമാണ് എന്ന കാര്യം പലരും അതിൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇതിലൊക്കെ ഉപരി പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് വൈറ്റമിൻ ഡി ക്യാൻസർ വരെ തടയും, പ്രത്യേകിച്ചും തൈറോയ്ഡ് ക്യാൻസർ തടയാനുള്ള കഴിവ് വൈറ്റമിൻ ഡിക്ക് ഉണ്ട് എന്നാണ്. ഇത് കൂടാതെ തൈറോയ്ഡ് ഹെൽത്തിനെ സഹായിക്കുന്ന മിനറൽസും മുട്ടയിലുണ്ട്. അവ ഏതൊക്കെയാണ്? സെലീനിയം, അയോഡിൻ. ഈ 2 മിനറൽസ് മുട്ടയിലുണ്ട്. സെലീനിയം നമുക്ക് മറ്റു ഭക്ഷണങ്ങളിൽ കൂടെയും കിട്ടും. ബ്രസീലിനൊക്കെ ആളുകൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മുട്ട കഴിച്ചാലും ഫിഷ് കഴിച്ചാലും സെലീനിയം കിട്ടും. സെലീനിയം തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസീലിനൊക്കെ ഒരുപാട് പോയി കഴിച്ചാൽ നമുക്ക് സെലീനിയം ടോക്സിസിറ്റി ഉണ്ടാവും. അധികമായാൽ എല്ലാം പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് മുട്ട കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. പിന്നെ രണ്ടാമത്തത് അയോഡിൻ്റെ കാര്യമാണ്. അയോഡിൻ നമുക്ക് അറിയാം തൈറോയിഡിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിതമായ അളവിൽ മുട്ടയിലുണ്ട്.
മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലും അയഡിൻ ഉണ്ട്, സീ ഫുഡിലെല്ലാം അയഡിൻ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ കൂട്ടത്തിൽ ഞാൻ മിനറൽസിലും കൂടെ പറഞ്ഞു എന്നുള്ളൂ തൈറോയിഡിന്റെ കാര്യം വന്നപ്പം. രണ്ടാമത് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ണുകളുടെ ആരോഗ്യത്തിന്, വിഷൻ, അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ എ. അതായത് നമ്മുടെ കുടലിൻ്റെ, അതായത് ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഉള്ളിലുള്ള ഭിത്തി ഉണ്ടാവും, ആ ഭിത്തിയുടെ ഫോർമേഷൻ വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അവയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ എ. പിന്നെ ഇതിലുള്ളത് വൈറ്റമിൻ ബി വിഭാഗത്തിൽപ്പെട്ടവയാണ്. മുട്ട നല്ലൊരു സോഴ്സാണ്. പലപ്പോഴും പലർക്കും ഈ വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. പലരും അതിന് കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ പോളിഷ്ഡ് റൈസ് കഴിക്കുന്നതുകൊണ്ടാണ്. ബി വൈറ്റമിൻസ് കൂടുതലായിട്ടും ഉള്ളത് ഹോൾ ഗ്രെയിൻസിലാണ്. നമ്മൾ പലപ്പോഴും ഈ വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി വരാം. പിന്നെ B6 ഒക്കെ ഉള്ളത് നോൺ വെജ് സോഴ്സിലാണ്. പിന്നെ പിസ്റ്റ അങ്ങനത്തെ അതിലൊക്കെയാണ് ഉള്ളത് B6 വൈറ്റമിൻ. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, B1, B2, B3, B5 അങ്ങനെ പലതും. അപ്പോൾ അതിൽ മുട്ടയിൽ ഒരുപാട് ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് വേറെ സോഴ്സിൽ നിന്ന് കിട്ടില്ല, മുട്ട കഴിച്ചാൽ കിട്ടും. അതിലൊന്നാണ് B2 റിബോഫ്ലാവിൻ. റിബോഫ്ലാവിൻ നമ്മുടെ ശരീരത്തിൽ എനർജി മെറ്റബോളിസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിബോഫ്ലാവിൻ നമ്മുടെ സൈക്കോളജിക്കൽ ഹെൽത്തിനും അതുപോലെ ബ്രെയിൻ ഹെൽത്തിനും നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് B12ഉം ഫോളേറ്റും. അത് രണ്ടും ബി കോംപ്ലക്സിൽ പെട്ടത് തന്നെയാണ്. B12 പ്രത്യേകിച്ചും കഴിക്കേണ്ടത് ഗർഭിണികളാണ്. അതുപോലെ ഫോളേറ്റും കുട്ടികളുടെ അതായത് ഫീറ്റൽ ഡെവലപ്മെന്റിന്, ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളേറ്റും വൈറ്റമിൻ B12 ഒക്കെ. നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് ഗർഭിണികൾക്ക്, പക്ഷേ മുട്ട കഴിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അവയിൽ വൈറ്റമിൻ B12ഉം അതുപോലെ തന്നെ ഫോളേറ്റ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഫോളേറ്റ്സ് RBC മെച്ചുറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഫോർമേഷൻ ഉണ്ടായാലേ ബ്ലഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെർവ്സിൻ്റെ, തലച്ചോറിലെ നെർവ്സിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് B12ഉം ഫോളേറ്റും. അത് കൂടാതെ ബയോട്ടിനും സെയിം ഫങ്ഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളത്. അത് കൂടാതെ നമ്മൾ ഒരു സാധാരണ വ്യക്തിയുടെ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ബയോട്ടിന് വളരെയധികം പങ്കുണ്ട്. മുട്ടയിൽ വളരെയധികം ബയോട്ടിൻ എന്ന വൈറ്റമിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് എടുത്താൽ നമുക്ക് ആ ഗുണം കിട്ടില്ല ബയോട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. നിങ്ങൾ ഹെയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ഒരുവിധം എല്ലാ വൈറ്റമിൻസും ഇതിലുണ്ട്, വൈറ്റമിൻ D ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന്, ഹെയർ ഫോളിക്കിൾസിൻ്റെ റിപ്പയറിനും അതുപോലെ തന്നെ പുതിയ ഫോളിക്കിൾസ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ആഹാരപദാർത്ഥം മുട്ട. ഓക്കെ. പിന്നെ ഇത് കൂടാതെ ഇതിൽ ഉള്ളത് വൈറ്റമിൻ B5 ആണ്, പാൻറ്റോത്തീനിക് ആസിഡ്. പാൻറ്റോത്തീനിക് ആസിഡിന് ഇത് കൂടാതെയുള്ള ഫംഗ്ഷൻ പറഞ്ഞുതരാം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റബോളിസത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ ഈ പാൻറ്റോത്തീനിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ സ്റ്റീറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും സ്റ്റീറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ത്രീ ഹോർമോൺസ്, പുരുഷ ഹോർമോൺസ് ഒക്കെ സ്റ്റീറോയിഡ്സ് ആണ്. അപ്പോൾ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് സ്റ്റീറോയിഡ് ഹോർമോൺസ്. അപ്പോൾ അതുകൂടാതെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടിസോൾ ഉൾപ്പെടെ ആൽഡോസ്റ്റിറോൺ, ഇവയെല്ലാം സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. അപ്പോൾ സ്റ്റീറോയിഡ് ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിന് ഈ ഒരു വൈറ്റമിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വൈറ്റമിൻ B5 നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ വൈറ്റമിൻ B, വൈറ്റമിൻ B12, വൈറ്റമിൻ B2, റിബോഫ്ലാവിൻ, ഫോളേറ്റ്, ബയോട്ടിനൊക്കെ ഈ മുട്ടയിലുണ്ട്. വൈറ്റമിൻ എയും ഡിയും എക്സ്ട്രാ ഉണ്ട്. ഇത്രയും വൈറ്റമിൻസ് നമുക്ക് വേറൊരു ഫുഡിലും ഒരുമിച്ച് കിട്ടില്ല. അതാണ് മുട്ടയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ ഞാൻ പറഞ്ഞു
കൊളീൻ എന്ന് പറഞ്ഞൊരു വസ്തു ഇതിലുണ്ടെന്ന്. അതൊരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. കൊളീൻ നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങൾക്കും ആവശ്യമാണ്. ലിവർ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷന്, മസിലിൻ്റെ ഫംഗ്ഷനൊക്കെ കൊളീൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളീൻ നമ്മുടെ ശരീരത്തിൽ അസറ്റൈൽ കൊളൈൻ ഉണ്ടാക്കാൻ സഹായിക്കും. അസറ്റൈൽ കൊളീൻ എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. മസിൽസിൻ്റെ പ്രവർത്തനത്തിന് ശരിക്കും ആവശ്യം ഉള്ള വളരെ, അതുപോലെ മെമ്മറിക്കും ആവശ്യമുണ്ട് അസറ്റൈൽ കൊളീൻ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പേര്, സ്കൂൾസിലെല്ലാം പഠിക്കുന്ന പേരാണ് അസറ്റൈൽ കൊളീൻ. മസിൽസ് ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്സിൽ കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് ചലിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസറ്റൈൽ കൊളീൻ. അത് കിട്ടണമെങ്കിൽ കൊളീൻ ഭക്ഷണത്തിലൂടെ എത്തണം. കൊളീൻ മുട്ടയിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കോളി, അങ്ങനെയുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിലും ഉണ്ട്. ബ്രോക്കോളി, സോയാബീനിലെല്ലാം ഉണ്ട്, കോളിഫ്ലവറിലുണ്ട്, പീനട്ടിലുണ്ട്. പിന്നെ കൊളീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എഗ്ഗിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് മുട്ടയിലുണ്ട്. അപ്പോൾ ഫോസ്ഫറസ് നമ്മുടെ സെൽ ഭിത്തിയുടെ, സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ ആവശ്യമാണ്. ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ ഫംഗ്ഷന് ഫോസ്ഫറസ് ആവശ്യമാണ്. അതുകൂടാതെ എനർജി മെറ്റബോളിസത്തിലും ഫോസ്ഫറസിന് പങ്കുണ്ട്. ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയുള്ള ഒരു വസ്തുവാണ് മുട്ട. മുട്ടയിൽ കാലറീസും ഉണ്ട്. ആവശ്യത്തിന് മിതമായ എമൗണ്ടിൽ കാലറീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഓരോ ജോലികൾ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണ്ടേ, അപ്പോൾ അതും മുട്ട നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈസി സാറ്റൈറ്റി കിട്ടും. അതായത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് വരില്ല മുട്ട കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കില്ല. അപ്പോൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് തടയാനും മുട്ട കഴിക്കുകയാണെങ്കിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. വെയിറ്റ് ലോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് സഫീഷ്യൻ്റ് ആവില്ല. സാധാരണ ആൾക്കാർക്ക് ഒരെണ്ണമേ ഒരു ഡെയിലി ആവശ്യമുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പല ടൈപ്പ് മുട്ടയുണ്ട്. അത് പലതും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ട്. ചിക്കൻ എഗ്ഗിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മസിൽ മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ട മാത്രം കഴിച്ചിരുന്നാൽ പോരാ. മസിൽ മെയിൻ്റനൻസിന് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. പ്രത്യേകിച്ചും നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് SIHMSR നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് SIHMSR. ബൈ.